ഞാനൊരു ഇന്റർവ്യൂ ആണ് Ladies and gentlemen, we will have the pleasure of meeting one of a veteran photographer, editor, and director from the Pune Film Institute, one of the best institutes in India, where the let's say it's the cradle of Indian film industry. And I will introduce Mr. Sunny Joseph to my friends, my listeners, and my TV fans. Hello, Mr. Sunny. Hello. I think we prefer to have the interview in English. Which language you prefer? Malayalam. അപ്പോൾ സണ്ണി പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഇപ്പോഴും വിദ്യാർത്ഥിയാണല്ലേ? എൻ്റെ കോഴ്സ് കഴിഞ്ഞു. പക്ഷേ ഈ ഫിലിം പഠനം ഒരു തപസ്യയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു, അതോ ഈ കോഴ്സ് തീരുമ്പോഴത്തേക്ക് ഈ പഠിത്തം നിർത്തുന്നത് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? കോഴ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ കോഴ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ അവിടെ നിന്ന് ഉടൻ തന്നെ തിരിച്ച് നാട്ടിലേക്ക് വരാൻ ഉദ്ദേശിക്കുകയാണ്. കോൺവെക്കേഷൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ഒരു കാര്യങ്ങൾ. അപ്പോൾ ആദ്യം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പോയത്? ഭയങ്കര ലംബായി വരുവാണല്ലോ. ആദ്യം ഡയറക്ഷൻ പഠിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നെങ്കിലും അല്പം പണമോഹം കൊണ്ട് ക്യാമറ എടുക്കുന്നേ ഉള്ളൂ. ശരി, ഡയറക്ഷൻ പഠിച്ചു. അത് കംപ്ലീറ്റ് ചെയ്തു. അതിലെന്തെങ്കിലും ഒരു തനതായിട്ടുള്ള ഒരു സംഭാവന അല്ലെങ്കിൽ തനതായിട്ടുള്ള ഒരു നിങ്ങളെന്തായാലും പറയുന്നത് ഒരു ക്രിയേഷൻ, ഒരു ചെയ്യാൻ ഒരു ക്രിയേഷൻ അതായത് കറി വയ്ക്കാൻ പഠിച്ചോ? ഫോട്ടോഗ്രാഫി സന്ദർഭം കിട്ടിക്കഴിഞ്ഞാല് നമ്മളുടെ സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നൊരു ഉദ്ദേശമുണ്ട്. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൻ്റെ വർക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ചിത്രങ്ങളിൽ വെച്ച് വ്യത്യസ്തവും ഞങ്ങളുടെ എല്ലാം ഫാക്കൽറ്റി മെമ്പേഴ്സിനെല്ലാം വളരെ അഭിപ്രായമുള്ള ചിത്രങ്ങളാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നാട്ടിൽ കൊണ്ടുവന്നത് കഴിഞ്ഞ് നാട്ടുകാർ കണ്ടു കഴിഞ്ഞ് എന്ത് പറയുന്നതിനെ പറ്റി മുൻകൂട്ടി ഒന്നും പറയാനും പറ്റില്ല. അത് ഡയറക്ടറായിരുന്നപ്പോഴത്തെ ഡയറക്ഷൻ വേണ്ടി പഠിച്ചോണ്ടിരുന്നപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞു വരുന്നത് അല്ലേ? അല്ല, ഞങ്ങളുടെ ഫൈനൽ ഇയറിൽ ക്യാമറ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം ഒരു ഫിലിം ഡയറക്ടറുടെ. അപ്പൊ എത്ര സ്റ്റുഡൻസ് ഉണ്ട് നിങ്ങളുടെ ബാച്ചില്? 20 പേര്. ഈ 20 പേരും ആദ്യം തുടങ്ങുന്നത് ഡയറക്ഷനിൽ തുടങ്ങിയില്ല. ആദ്യത്തെ 2 വർഷം എല്ലാം ഡയറക്ഷൻ, ക്യാമറ, എഡിറ്റിംഗ്, ഫോട്ടോഗ്രാഫി എല്ലാം ഈവൻ മേക്കപ്പ്, എലമെന്ററി തിങ്സ്. അത് കഴിഞ്ഞ് 3rd ഇയറിലാണ് സ്പെഷ്യലൈസേഷൻ. ഒന്നിൽ എഡിറ്റിംഗ് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഫോട്ടോഗ്രാഫി. ഈ ഇപ്പോൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? എഡിറ്റിങ്ങിന് പോയോ? അത് കഴിഞ്ഞിട്ട് ഇല്ല, എഡിറ്റിംഗ് ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ചെയ്ത ചിത്രത്തിന്റെ എഡിറ്റിംഗ് ഞാൻ തന്നെ ചെയ്തു. അപ്പൊ ഈ അവസാനം ഒരു ചിത്രം ചെയ്തു, ഇപ്പോൾ ചെയ്തു അല്ലേ? അത് ആരായിരുന്നു അതിന്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? ഞാൻ അഭിനേതാക്കളായിട്ട് എല്ലാവരും മലയാളികളായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ചേർത്തല നമ്മുടെ എല്ലാം കൂട്ടുകാരനായ ടോമി ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കോമാളിയുടെ വേഷമാണ് എന്ന് പറഞ്ഞാൽ അതൊരു അദ്ദേഹത്തിന് ചേരുന്ന ഒരു വേഷമാണ്. ജീവിതം കൊണ്ട് പ്രവൃത്തി കൊണ്ട് അദ്ദേഹം ഒരു കോമാളിയാണെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നല്ലൊരു ചിത്രമായിരുന്നു എന്ന് ചിത്രമാണ് എന്ന് ഉള്ളിലൊരു അഭിപ്രായമുണ്ട് സ്വന്തമായിട്ട്. എനിക്കങ്ങനെ യാതൊരു അഭിപ്രായമില്ല. ഒന്നിനെ കുറിച്ച്
അപ്പൊ സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാത്തപ്പോൾ എങ്ങനെ മറ്റുള്ളവരിൽ നിന്നൊരു അഭിപ്രായം കിട്ടുമെന്നാണ്? സ്വന്തമായിട്ടുള്ള അഭിപ്രായം പുറത്ത് പറയാതിരിക്കുന്നതല്ലേ ഭംഗി. പക്ഷെ എന്നാലും ഞാൻ ചോദിച്ച പുറത്തു പറയാനുള്ള ഒരു അഭിപ്രായം, ഉള്ളിൽ ഒരു സ്വന്തമായിട്ടൊരു അഭിപ്രായം കുറിച്ച് ഞാൻ എഴുതിയ കഥയൊന്ന് വേറെ, സ്ക്രിപ്റ്റ് എഴുതിയപ്പോ അത് വേറെയായി, ഷൂട്ട് ചെയ്തത് വേറെ, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അത് വേറെ. ആദ്യം വിചാരിച്ചതൊന്നും അവസാനം ഉണ്ടായിട്ടില്ല. അപ്പൊ തുടക്കം മുതലേ ഒരു സ്ഥായിയായ ഒരു ഭാവം അതിനുണ്ടായിരുന്നില്ല. അതൊരു അപകടമാണ്. അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അത്ര അഭിപ്രായമില്ല. അപ്പോൾ ആദ്യത്തെ പടത്തെ കുറിച്ച് ഒരു അഭിപ്രായം ഇല്ല ചുരുക്കത്തിൽ. അത് അഭിനയിച്ച ആളുകളുടെ കുഴപ്പം കൊണ്ടാണോ അതോ സ്ക്രിപ്റ്റിന്റെ കുഴപ്പം കൊണ്ടാണോ, എന്താണ്? അഭിനേതാക്കൾ ഇവരുടെ ആരുടെയും പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ സമയത്ത് എന്റെ മാനസിക നില അല്പം തയ്യാറില്ലായിരുന്നു. അപ്പൊ ഈ ഒരു ഫോട്ടോഗ്രാഫറുടെ അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെ മാനസിക നില സിനിമയെ സ്വാധീനിക്കും, വളരെയധികം. അപ്പൊ അങ്ങനെ ഒരു കൺക്ലൂഷനിലാണ് എത്തിച്ചേർന്നത്. ഇനി എന്താണ് നിങ്ങളുടെ പരിപാടി?